അങ്ങനെ ഒരു ഭയത്തിന് യാതൊരു കാര്യവുമില്ല, അർത്ഥവുമില്ല. കാരണം നമുക്കറിയാം സാധാരണ ഇതിൽ ഒരു നിയമസഭാംഗം മരിക്കുകയാണെങ്കിൽ ഇപ്പോൾ വാഴൂർ സോമൻ മരിച്ചു. അവിടെ ഉപതെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ ഉം. നിയമസഭയുടെ കാലാവധി തീരാൻ ഒരു കൊല്ലത്തിൽ താഴെയേ ഉള്ളൂ. ആ. മാത്രവുമല്ല ഈ ആൾ മരിച്ച 6 മാസത്തിനകത്ത് ഈ വേക്കൻസി ഫില്ല് ചെയ്താൽ മതി. 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറായിട്ടു. ഇപ്പോൾ ഈ നമ്മുടെ അൻവർ രാജിവെച്ച് കൃത്യം 5 മാസം കഴിഞ്ഞിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഒരു മാസത്തിനകത്ത് പ്രക്രിയ പൂർത്തീകരിച്ചു. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി 8 മാസമോ അതിൽ താഴെയോ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ തിടുക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനൊന്നും സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണ് ഈ പീരുമേട്ടിൽ നടത്തേണ്ടത്. അപ്പോൾ ഈ പണ്ടാരട് പറഞ്ഞു വിട്ട് പുഴ വറ്റിയും പോയി തുടലറ്റും പോയി കഴിഞ്ഞാൽ പട്ടി അക്കരെ നിന്ന് ഇക്കരെ വന്ന് കടിക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഭയമോ അങ്ങനത്തെ ഒരു ഭീതിയോ മാത്രമാണ്. ഇത് യഥാർത്ഥത്തിലുള്ളൊരു വിഷയമല്ല. ഇവിടെ സത്യത്തിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നു എന്ന് വിചാരിക്കും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്തുണ്ടാവുക? 3 മാസത്തേക്ക് പാലക്കാട്ട് നിന്ന് ഒന്നുകിൽ ഒരു CPM-കാരൻ ജയിക്കും, അല്ലേ? അല്ലെങ്കിൽ ഒരു BJP-കാരൻ ജയിക്കും, അതും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ ജയിക്കും. ആര് ജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് പൊതു രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനമൊന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ വേവലാതിപ്പെടുത്തൽ കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല നിയമസഭയ്ക്കകത്ത് അല്ലെങ്കിൽ തന്നെ LDF-ന് നല്ല ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിനുള്ള ഒരു വിഷമവൃത്തം എന്ന് വെച്ചാൽ മറ്റ് പല വിഷയങ്ങളും അവിടെ ചർച്ചയ്ക്ക് വരും ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ. അത് മാത്രമല്ല ചെറിയ ചെറിയ മണ്ഡലങ്ങളിലാണ് ഈ മത്സരം നടക്കുന്നത്. ചെറിയ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് വാർഡിൽ, കോർപ്പറേഷനിലോ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ ആണെങ്കിൽ അതാത് ഡിവിഷനുകളിൽ അവിടെ നിന്ന് ജയിച്ചു വരാൻ പറ്റിയ ആളുകളെ കണ്ടുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കണം. അവിടെ ഈ ആഗോള പ്രശ്നങ്ങളൊന്നും അധികം ബാധിക്കില്ല. ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങൾ മറ്റു പലതുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ളത് കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വിദൂര സാധ്യതയുണ്ട്. സമീപ സാധ്യതയൊന്നുമില്ല, വളരെ വിദൂരമായ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽ BJP സമ്മർദ്ദം ചെലുത്തി പാലക്കാട്ട് ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിപ്പിച്ച് ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് അങ്ങനെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് തകർക്കുക, അങ്ങനെയൊന്നും ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് യാതൊരു അർത്ഥവുമില്ല. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വരട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം ഇങ്ങനെ കളങ്കിതനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക വഴിക്ക് വലിയൊരു തെറ്റായ സന്ദേശം കൊടുത്തു കഴിഞ്ഞു അതെ, അതെ. മലബാറിലെ മുഴുവൻ വോട്ടർമാർക്കും. ഇതിൻ്റെ പുറകിൽ വലിയ മൂലധന ശക്തികളാണ് എന്നുള്ള കാര്യം. ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മറുവശത്ത് നിന്നും, അതായത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ആരോപണങ്ങളുടെ കൂരമ്പെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനും UDF-നുമെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ സൈബർ ആക്രമണവും വളരെ രൂക്ഷമാണ്. ഇടതുപക്ഷത്തിൻ്റെ സൈബർ ആക്രമണം അറിയാമല്ലോ, ഒരു വലിയ കൂട്ടം അതിന് പിന്നിലുണ്ട്. അവർ വളരെ ശക്തമായി ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ ചിലരെങ്കിലും തന്നെ പറയുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ ഈ സമീപഭാവിയിൽ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ നേരിട്ട ആരോപണങ്ങളൊന്നും തന്നെ മറക്കരുത്, ജാമ്യം തേടി പുറത്തു വരേണ്ട അവസ്ഥ പോലും MLA-മാർക്ക് പോലും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അത് വളരെ ശരിയുമാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ മുകേഷ് MLA-യുടെ കാര്യം നോക്കുക, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ PK ശശി ഉടൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന P ശശി, ഇവർക്കൊക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യം ആലോചിക്കുക. PK ശശിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ച് പാർട്ടിക്കകത്താണ്, ആരും പുറത്തുനിന്ന് പറഞ്ഞില്ല. അത് പാർട്ടിയുടെ 4 ചുമരുകൾക്കുള്ളിൽ നടന്നു. പാർട്ടിയുടെ 4 ചുമരുകൾക്ക്, കമ്മിറ്റിയുടെ 4 ചുമരുകൾക്കുള്ളിൽ നടന്നു എന്ന് കരുതപ്പെടുന്ന സാധനമാണ്. അതിന് പൊതുമണ്ഡലത്തിൽ ഈ പരാതിക്കാരി ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ഗുണമായിട്ടും പറഞ്ഞിട്ടില്ല, ദോഷമായിട്ടും പറഞ്ഞിട്ടില്ല. അതാണ് PK ശശിയുടെ കാര്യം. P ശശിയുടെ വളരെ മുമ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. പറയപ്പെടുന്നതെല്ലാം നടന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനും ഈ പറഞ്ഞ പോലെ പരാതിക്കാരിയില്ല. അത് ഒരു ഇത്തരം കൊല്ലങ്ങൾക്ക് ശേഷം ആ വിഷയം വീണ്ടും ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വളരെ കറൻ്റായിട്ടുള്ള വിഷയമല്ലേ. അതെ, അതെ. ഇതിൻ്റെ കറൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് നടന്ന കാര്യം. അതിന് പണ്ട് 1996-ആം ആണ്ടിൽ കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ച കേസുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ 2021 കാലത്ത് P ശശിയുടെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ LDF മിനിസ്റ്ററുടെ സമയത്ത് PK ശശിക്കെതിരായിട്ട് ആരോപണം ഉണ്ടായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇപ്പോഴത്തെ കാര്യമാണ്. അതിന് ഇപ്പോഴത്തെ മറുപടി തന്നെ കിട്ടണം. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരടക്കം ഭരണഘടനാപരമായിട്ടോ നിയമപരമായിട്ടോ ഇയാളുടെ രാജി അനിവാര്യമാക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇയാൾ രാജിവെച്ചാലേ ഈ സംഗതി മുമ്പോട്ട് പോകും. അപ്പോൾ കാറ്റിൽപ്പെട്ട് ഈ കപ്പലിങ്ങനെ ഉലയുകയാണ്. അപ്പോൾ അതിൽ ആളുടെ ഭാരം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കുറ്റാരോപിതനായ ആളെടുത്തിട്ട് നമ്മൾ കടലിലേക്ക് എടുക്കണം. ആ പരിപാടിയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഉദ്ദേശിക്കുന്നത്.